നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് തന്നെ പോകട്ടോ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വറുത്തെടുക്കണ്ട, കളറൊന്നും മാറരുത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. ഇനി വൈറ്റ് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പച്ച മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ചൂട് വെള്ളം കൂടി വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കിയെടുത്ത് ഇതിനെ ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്ത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങും ചേർത്ത് ഒന്നുകൂടി വിസിലടുപ്പിക്കുക. ഇതാ ഇപ്പോൾ നല്ല സംഭവം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലും, കട്ടി തേങ്ങാപ്പാലാണ്, അത് പിഴിഞ്ഞത് ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക, തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക, തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ലെമണിൻ്റെ കഷ്ണം കൂടി പിഴിഞ്ഞിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എന്തിനു പറയുന്നത്, നമുക്ക് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരെ ഫോളോ ചെയ്യണേ.